ഹായ് ഫ്രണ്ട്സ്, ഫ്രീ സ്റ്റൈൽസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. എൻ്റെ ഫേവറേറ്റ് പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈത്തപ്പഴം പൊരിയാണ്. അപ്പോൾ നമുക്ക് ഈത്തപ്പഴം പൊരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപേ ഈ കാണുന്നവരിൽ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കണും എനാബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈത്തപ്പഴം പൊരിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് അപ്പക്കാരം, കൂടുതലായിട്ട് ചേർക്കേണ്ട തുള്ളി, ഒരു നുള്ള് അത്രയും ചേർക്കണ്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മാവ് നന്നായി മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഒട്ടും കട്ടയൊന്നും കെട്ടാണ്ട് നന്നായി മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് വരേണ്ടത്. നമ്മളിപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് നോക്കുമ്പോൾ ആ സ്പൂൺ മുഴുവനായിട്ട് ഇങ്ങനെ കവറാകുന്ന വിധത്തിൽ വരണം. അപ്പം നമ്മുടെ ഈത്തപ്പഴം ഇതാക്കാനുള്ള നമ്മുടെ ഈത്തപ്പഴം ഡിപ്പ് ചെയ്യാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നമ്മൾ ഈത്തപ്പഴം പൊരിക്കാനുള്ള ഈത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉള്ളിലുള്ള കുരു ഒന്ന് കളഞ്ഞ് എടുക്കണം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുത്ത് വെച്ച ഈത്തപ്പഴം ഇങ്ങനെ പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നടുക്കുള്ള കുരു നമുക്ക് വേറെ തന്നെ മാറ്റി വെക്കാം. അങ്ങനെ എല്ലാ ഈത്തപ്പഴത്തിൻ്റെ കുരു നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ എല്ലാ ഈത്തപ്പഴത്തിൻ്റെയും കുരു കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കുരു നമ്മൾ വേറെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈത്തപ്പഴം പൊരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു അടികട്ടിൽ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഈത്തപ്പഴം ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചൂടായ എണ്ണയിലേക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈത്തപ്പഴം ഇവിടെ കുരുവൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈത്തപ്പഴം ഡിപ്പ് ചെയ്യാനുള്ള മാവ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിലേക്ക് ഒരു ഈത്തപ്പഴം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഈത്തപ്പഴമായിട്ടാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഈത്തപ്പഴമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇതിങ്ങനെ തന്നെ കോരിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ കവറായിട്ട് വരും. അതൊക്കെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒഴിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈത്തപ്പഴം നമ്മൾ മുക്കി വെച്ച ഈത്തപ്പഴം എവിടെയുണ്ട്. ഇത് നമുക്കിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ പൊരിഞ്ഞ് വരും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മളെല്ലാ ഈത്തപ്പഴവും ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒന്നുകൂടി കാണിച്ചത് ഇതുപോലെ നമുക്ക് എടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ ഇതാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ ഈത്തപ്പഴവും നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ പൊരിച്ചെടുക്കാം. നമ്മൾ കുറച്ച് അപ്പക്കാരം ഇട്ടതുകൊണ്ട് നന്നായി ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് ഒരു ഭാഗം നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിന് മറ്റു ഭാഗം തിരിച്ചിട്ട് കൊടുക്കാം. നന്നായി പൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മുടെ ഈത്തപ്പഴം പൊരി റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മുടെ ഹോം മെയ്ഡ് ഈത്തപ്പഴം പൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ ഈത്തപ്പഴം മുഴുവനായിട്ട് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈത്തപ്പഴം പൊരി മുഴുവനായിട്ട് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ ഇനി എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഉള്ളിലൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമ്മുടെ ഈത്തപ്പഴമൊക്കെ നല്ല ക്രീമി ടെക്സ്ചറിലായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ തിരിയുന്നുണ്ടാവും. നമ്മളിട്ട ഈത്തപ്പഴവും ഇതും തമ്മിൽ നല്ല വ്യത്യസ്തത. നല്ല തേൻ ഊറുന്ന പോലെ ഉണ്ടാവും നമ്മുടെ ഈത്തപ്പഴം ഇങ്ങനെ ആക്കിയെടുക്കുന്ന സമയത്ത്. അതിൻ്റെ ആ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ 1 സ്പൂണ്
മാവ് മാത്രമേ കോരി ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. 1 സ്പൂൺ മാവ് എത്രത്തോളം പൊങ്ങി വരുന്നുണ്ട്. നമ്മൾ അപ്പക്കാരം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര ഇതായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം പൊരി നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഈത്തപ്പഴത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഇപ്പോൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഫിയായി പൊങ്ങി വരുന്ന ഈത്തപ്പഴം പൊരി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണത്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.